റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭിണിയായ ആദിവാസി സ്ത്രീക്ക് സ്കാനിംഗ് നിഷേധിച്ചതായി പരാതി. പാറേമാവ് കൊലുമ്പൻ ഉന്നതിയിലെ നിവാസിയായ അപർണ ബിനുവിനാണ് സ്കാനിംഗ് നിഷേധിച്ചത്. 5-ാം മാസത്തിലെ സ്കാനിംഗ് ചെയ്തില്ലെന്നാണ് പരാതി. ആവശ്യത്തിന് റേഡിയോളജിസ്റ്റ് ഇല്ലാത്തതിനാലാണ് സ്കാനിംഗ് നടത്താത്തതെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. അത് ചെയ്ത് കൊടുക്കാനോ ഒന്നിനും അവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓടിക്കുക, വേറെ ഏതെങ്കിലും സ്കാൻ സെന്ററിൽ ഇപ്പോൾ ചെയ്തിട്ട് വന്നു ഇവിടുന്ന് എഴുതി തരുന്ന പോലും അവർക്ക് ചെയ്യാനുള്ള നിവൃത്തി ഇവർക്കില്ല. അവിടെ ഒന്നാമത് ഈ സ്കാനിങ്ങിൻ്റെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആൾക്കാരാണ്. ഇവർ വരുന്നു, അവർക്കൊരു ഉത്തരവാദിത്തമൊന്നുമില്ല, ജനങ്ങളോടോ ആശുപത്രിയോടോ ഒന്നും ഒരു പ്രതിബദ്ധതയില്ല. കാരണം അവർ വരുന്നു, വൈകുന്നേരം അവരങ്ങ് ഒപ്പിടുന്നു, അവർ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ജനങ്ങളോടൊന്നും ഒരു കടപ്പാടൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആദിവാസി തൊട്ടടുത്തുള്ള കൊലുമ്പം കോളനിയുടെ കൊച്ചുമക്കളായ അവരൊക്കെ അവിടെ വന്നിട്ട് സ്കാനിങ് സംവിധാനത്തിന് വന്നിട്ട് അവരെയൊക്കെ ചുമ്മാ പട്ടികളെ പോലെ, പട്ടികളുടെ വില പോലും കൽപ്പിക്കുന്നില്ല. അവരോട് ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞ് അതൊക്കെ അവരോടിപ്പം 10 പ്രാവശ്യം നടത്തിയിട്ടാണ് വരുന്ന സ്കാനിങ്ങിൻ്റെ എഴുതി കൊടുക്കുന്ന മുഴുവൻ പുറത്തേക്ക് ഇപ്പോൾ എഴുതി കൊടുക്കുകയാണ്. പുറത്ത് പോയി പ്രൈവറ്റ് സ്കാനിങ് സെൻ്ററിലാണ് ഇപ്പം സ്കാനിങ് നടക്കുന്നതൊക്കെ. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? സുജയ, താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ അല്ല, ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യമുള്ളത്. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഈ ഗുരുതരമായ പ്രശ്നത്തിന് കാരണമായി പറയുന്നത്. നേരത്തെ നമ്മൾ പലതവണ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ പുറത്തു വരുന്ന പരാതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. റേഡിയോളജി വിഭാഗത്തിൽ 2 ഡോക്ടർമാരും 6 ജീവനക്കാരുമാണുള്ളത്. അതുകൊണ്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമാണ് ഈ ലാബുകളൊക്കെ തന്നെ സ്കാനിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിച്ചാലാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായി സ്കാനിംഗ് നടത്താനാകുകയുള്ളൂ. ഇപ്പോൾ ഈ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കൊലുമ്പൻ കോളനിയിലെ നിവാസിയായിട്ടുള്ള അപർണ ബിനുവിനാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 24-ാം തീയതി ആയിരുന്നു യുവതിയോട് സ്കാനിങ്ങിനായി എത്താൻ പറഞ്ഞത്. പക്ഷേ 24-ാം തീയതി എത്തിയപ്പോൾ മറ്റ് കുറേയധികം രോഗികളുണ്ട്. അതുകൊണ്ട് അവർക്ക് ആദ്യം സ്കാനിംഗ് നടത്തണം, OPയിലുള്ള ആളുകൾക്ക് പിന്നീട് സ്കാനിംഗ് നടത്താമെന്ന വിചിത്രവാദവുമായി ഇവരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് താൻ ഉൾപ്പെടെ നിരവധി തവണ ആവശ്യത്തിന് ആളുകളില്ല എന്ന കാര്യം പലതവണ അറിയിച്ചതാണ്. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാത്തതാണ് ഈ അപർണയ്ക്ക് ഇത്തരത്തിൽ ദുരവസ്ഥ ഉണ്ടാകാൻ കാരണമായതെന്ന് പറയുന്നു. ഇതിപ്പോൾ ഒരു അപർണയുടെ കാര്യം മാത്രമല്ല, ഇത്തരത്തിൽ ഗർഭിണികളായി എത്തുന്ന നിരവധി യുവതികൾക്ക് ഇതേ സമാനമായ സാഹചര്യം അവിടുന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. പ്രഥമ പരിഗണന കാഷ്വാലിറ്റിയിൽ എത്തുന്ന ആളുകൾക്കും IPയിൽ എത്തുന്ന ആളുകൾക്കുമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാതെ എന്ത് വിശദീകരിച്ചിട്ട് എന്ത് കാര്യം? ദുരനുഭവം ഉണ്ടായത് ഒരു ഉന്നതിയിലെ ആൾക്കാണ്. മറ്റൊരു അപർണ ഉണ്ടാകാതിരിക്കട്ടെ, അതിനു മുൻപ് ഇത് പരിഹരിക്കപ്പെടട്ടെ. താങ്ക് യു രാഹുൽ.